ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത് ജനാൽക്കലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാവിനോദിനി കാലുവഴുതി താഴേക്ക് വീണു എന്നാണ്. ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത് പ്രണയനൈരാശ്യം മൂത്ത് മായ രമണിയെപ്പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. ആരും അങ്ങോട്ട് വരണ്ട. ആര്? ഞാൻ. ഇല്ല. ചാകോ? ആര്? ഞാൻ. ഇല്ല. കയ്യോ കാലോ ഒടിഞ്ഞോ? ഇല്ല. ഒരു വിരൽ പോലും? ഛേ, ഒരു നാണം കെട്ട ചാട്ടായി പോയല്ലോ. ഞാൻ അബദ്ധമാ കാണിച്ചത്. 4ാം നിലയിൽ നിന്നും ചാടേണ്ടതായിരുന്നു. ക്ലോസ് ആയി കിട്ടിയേനെ. എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചത്? പകുതി തമാശയായിരുന്നു. ചത്തില്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കാമല്ലോ. ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ. ബാക്കി പകുതി കാര്യമായിരുന്നു. അച്ഛൻ, അമ്മ, ഡോക്ടറല്ലേ എന്നെ വെറുതെ. പ്രണയ നൈരാശ്യം പറഞ്ഞ് ഡോക്ടർ കോടതി കയറ്റട്ടെ? കേട്ടിക്കോളൂ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. സത്യം? സത്യം. താങ്ക്സ്. അമ്മ എങ്ങനെ ഉണ്ട്? പറയാം. അതിന്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ. പിന്നീട് ആട്ടെ. നമസ്കാരം. അല്പനേരം വേണമെങ്കിൽ ഇരുന്നോളൂ. ഞാൻ പോയിട്ട് വരാം. താങ്ക്സ്. എങ്ങനെയുണ്ട്? മിണ്ടരുത്. എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. ഇതെല്ലാം വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടും.
ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ. ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വേണ്ട മോളെ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ ടെൻഷനും ആവണ്ട. എല്ലാം പറയാനാ ഞാൻ വന്നത്. എനിക്കറിയാവുന്നതെല്ലാം. ഞാൻ മായയെ ഏറ്റുവാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് നിനക്ക് കഷ്ടിച്ച് 3 വയസ്സ് പ്രായം വരും. അമേരിക്കയിൽ നിന്നും വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റസ് ആണ് മായയെ എന്റെ കൈവശം ഏൽപ്പിച്ചത്. എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്ന്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആരാണ് ആ അമ്മ? ആ വിവരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ വസുന്ധരാദേവിയാണ് മായയുടെ അമ്മ. വസുന്ധരാദേവി? KS വസുന്ധരാദേവി, ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ. ഏറെക്കുറെ ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ആ ഗാനകോകിലത്തെ ഞങ്ങൾക്ക് ഈ അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത്. ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു. പത്മവിഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും പാടിപ്പരത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി. കുഞ്ഞുങ്ങളില്ല, കുടുംബമില്ല, ഉറ്റവരില്ല, രക്തബന്ധങ്ങളില്ല. ജീവിതം മുഴുവൻ സംഗീതത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ആ ഗാനതാപസി KS വസുന്ധരാദേവി. അതാ നിങ്ങളുടെ പ്രിയപ്പെട്ട വസുന്ധരാദേവി. നിങ്ങൾ പോയി കണ്ടിട്ട് വാ, ഞാൻ വരുന്നില്ല. അതെന്താ? അവരെനിക്കൊന്ന് തനിച്ച് കാണണം. എന്തിനാ? അതൊക്കെ ഉണ്ട്, പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ചെല്ല്, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. നമസ്കാരം. നമസ്കാരം. ആരാ? എന്താ? ഞങ്ങൾ വസുന്ധരാമയുടെ ഫാൻസാണ്. കോളേജിലേക്കൊന്ന് ക്ഷണിക്കാൻ വന്നതാ. ഓ, സന്തോഷം. വരൂ, ഇരിക്കൂ. കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പാ. ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല. പിന്നെ നേരം വെളുക്കോളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിപ്പ. മാഡം ഏത് കോളേജിലാ പഠിച്ചത്? താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജിൽ. നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ? ഞങ്ങൾ സെന്റ് മേരീസിലെയാ. എന്ത് ഫംഗ്ഷനാ? എപ്പോഴാ? എന്തായി? ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ. വലിയ വാചോടിയായിരുന്നു. സെന്റ് മേരീസ് എന്ന് കേട്ടപ്പോ ഡും ഗ്യാസ് ഔട്ട്. അത്രയ്ക്ക് കുപ്രസിദ്ധമാണല്ലോ നമ്മുടെ കോളേജ്. പിന്നെ ഫോറിൻ ട്രിപ്പ് ഉണ്ട്, തുടർച്ചയായി പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ട് അങ്ങ് തഴഞ്ഞു. മായ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അവരെ ഒന്ന് കാണണം, തനിച്ച്. എന്താ മായെ, എന്തോ ഒളിപ്പിക്കുന്നു പോലെ? ഒന്നുമില്ല, പിന്നെ പറയാം. മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി. പൊയ്ക്കോ.
എന്താ? ഓട്ടോഗ്രാഫ്. എൻമാരിസ്ല? അതെ. എന്താ പേര്? അഞ്ജു മഹേന്ദ്ര. മാഡം, ഒരു പെൺകുട്ടി വിളിച്ച് വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇപ്പൊ 7 പ്രാവശ്യമായി. മാഡത്തോട് സംസാരിക്കണമെന്ന്. കണക്ട് ചെയ്യണോ? പേര് ചോദിച്ചില്ലേ? ചോദിച്ചു. അഞ്ജു മഹേന്ദ്ര എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം മാഡം? കണക്ട് ചെയ്ത് നിങ്ങൾ ഫോൺ താഴെ വെച്ചോളൂ. കണക്ഷൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഹലോ, ഇന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിക്കാൻ വന്ന പെൺകുട്ടിയാ ഞാൻ. പേര് അഞ്ജു മഹേന്ദ്ര എന്ന് കള്ളം പറഞ്ഞത് ആ മുഖത്തെ ഭാവവ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കാനായിരുന്നു. ശ്രദ്ധിച്ചു. മായയാണ് ഞാൻ. മായ വിനോദിനി. ഞാൻ എന്റെ അമ്മയെ ഒന്ന് കണ്ടോട്ടെ. എന്താ എന്താ പറഞ്ഞേ? മായ വിനോദിനി എന്ന ഞാൻ KS വസുന്ധരാദേവി എന്ന എന്റെ അമ്മയെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് എന്താ കുട്ടി പറയുന്നേ? ഞാൻ ആരുടെ അമ്മയല്ല. എനിക്കങ്ങനെ ഒരു മകളുമില്ല. രാത്രിയിലാ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ. മേലാലി നീ ഇങ്ങോട്ട് വിളിക്കരുത്. ഹലോ ഹലോ. യെസ് മാഡം. ഇനി ആര് വിളിച്ചാലും ഞാനില്ലെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ആരെന്നെ കാണാൻ വന്നാലും കടത്തി വിടരുതെന്ന് പറഞ്ഞേക്കണം. എന്റെ മാനേജർ ബാലരാമവർമ്മയുടെ റൂമിൽ വിളിച്ച് എന്നെ ഒന്ന് കാണാൻ പറ. ഓക്കെ മാഡം. എന്താ ബാലണ്ണ ഇത്? എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? എന്തു പറ്റിയമ്മ? മായ വിളിച്ചിരുന്നു എന്നെ. അവൾ അവളുടെ അമ്മയെ ഒന്ന് കണ്ടോട്ടെന്ന്. എന്താ ഞാനിതെന്റെ സ്വപ്നം വല്ലതും കാണുകയാണോ? ഇത്രയും കാലം നമ്മൾ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇതെങ്ങനെ പുറത്തായി? ഇവളിതെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു ഇവളോട്? ആരോടൊക്കെ ഇവളിത് പറഞ്ഞു കാണും? എന്തൊരു അഹങ്കാരമാണ് അവളുടെ സ്വരത്തിൽ പോലും. എനിക്കൊരു സമാധാനവും ഇല്ല. എനിക്ക് ഉടനെ ശിവപ്രസാദിനെ കാണണം. ഇവിടെ വെച്ച് വേണ്ട, അയാളുടെ വീട്ടിൽ വെച്ചും വേണ്ട, എവിടെയെങ്കിലും വെച്ച് രഹസ്യമായി എനിക്ക് ഉടനെ അയാളെ കാണണം. ബാലൻ ഏർപ്പാടേ.